നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരട്ട രാജയോഗം വരാൻ പോവുകയാണ് മെയ് മാസം 15-ാം തീയതി മുതൽ. അപ്പോഴേക്കും ഇടവമാസത്തിൻ്റെ തുടക്കവുമാകുന്നു. വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു സമയം മുതൽ സംഭവിക്കാൻ പോകുന്നു. ഗുണപ്രദമായ പല മാറ്റങ്ങൾക്കും സാക്ഷിയാകേണ്ടതായ സമയം ഈ മെയ് മാസം 15-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇടവമാസത്തിൻ്റെ തുടക്കമാകുന്നുണ്ട്. കൂടാതെ ഇവിടെ ഇരട്ട രാജയോഗം കൂടിയാണ് ആരംഭമാകാൻ പോകുന്നത്. ഇത് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ എല്ലാവിധ പ്രതിസന്ധികളും അതോടുകൂടി മാറും. പൂർണ്ണമായും മാറുമെന്നല്ല, മാറാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിയപ്പെടുകയും ഇപ്പോഴനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം വന്നു ചേരുന്നതുമാണ്. രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ മെയ് മാസം 15-ാം തീയതി മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ രാജയോഗ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചും അവർക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. ഇടവമാസത്തിൻ്റെ ആരംഭമാണ് മെയ് 15 മുതൽ. അപ്പോൾ ഇരട്ട രാജയോഗം ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. രാജയോഗ തലത്തിലാണ് ഇത് ജീവിതം ഉയരാൻ പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ പോക്കറ്റിൽ കൈയിട്ടാൽ ഒന്നുമില്ല, ശൂന്യം ആയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. രാജയോഗ സമാനമായ മാറ്റം എന്ന് പറയുമ്പോൾ രാജയോഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രത്തോളം വലിയ മാറ്റങ്ങൾ ഈ മെയ് 15 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ ഒരു ചലനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് സത്യം തന്നെയാണ്. അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ എത്തുന്ന സമയമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ പലതും, നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്നത്. അതായത് എന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണോ ഇപ്പോൾ ഈ മാറ്റത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് ചുവട് വെച്ചത് എന്ന നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നുണ്ട്. നിസ്സാരമായി കണ്ടിരുന്ന അല്ലെങ്കിൽ നിസ്സാരമായി കാണാതെ വളരെ കഠിനമായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇനി നിസ്സാരമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കുമുള്ള തുടക്കം മെയ് 15 മുതൽ നിങ്ങൾക്ക് വന്നെത്താൻ പോകുന്നു. ഉത്തരമാണ് അടുത്ത നക്ഷത്രം. ഉത്തര നക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി മുതൽ സന്തോഷം തേടിയെത്തും. അപ്പോൾ പല പല കോണുകളിൽ നിന്ന് സന്തോഷ വാർത്തകൾ ശ്രവിക്കാനും സന്തോഷ ആധിക്യം, അതായത് ദുഃഖകരമായ നിങ്ങളുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കാനുള്ള വകകൾ നിങ്ങൾക്കുണ്ടാകും. ജോലിയിൽ ഉയർച്ച, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലിയ തോതിലുള്ള ജീവിത മാറ്റത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതാവുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന് മാറ്റം ഉണ്ടാകുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഗുണപ്രദമായ ഒരു സമയമാണ് മെയ് 15 മുതൽ വന്നണയാൻ പോകുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ആരോഗ്യ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ലാതെ നിങ്ങളുടെ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ശമിക്കും. എങ്കിൽ പോലും പിന്നീട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ, കരുതൽ, മരുന്നുകൾ കൃത്യമായി കഴിക്കൽ ഒക്കെ അനിവാര്യം തന്നെയാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മെയ് 15 അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പോകുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. അപ്പോൾ ഇടവമാസത്തിൻ്റെ ആരംഭമാകുന്നു. മെയ് 15 മുതലുള്ള ഈ മാറ്റത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാളുകളെ അപേക്ഷിച്ച് വളരെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തലയിൽ കൈയും കൊടുത്തിരുന്ന നിങ്ങൾക്കാണ് ഇവിടെ ഈ മെയ് 15 മുതൽ മാറ്റം വരാൻ പോകുന്നത്. ഇനി പരാജയങ്ങൾ ഒന്നും സംഭവിക്കില്ല. പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോവുക. പ്രതിസന്ധികളൊന്നും ഇനി നിങ്ങളിലേക്ക് എത്തുകയില്ല. അത്രത്തോളം ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായി നല്ല സമയം മെയ് മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വയമേ അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഹാരം നിങ്ങളിലേക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വലിയ പ്രത്യേകതകളൊക്കെയുള്ള സമയം തുടങ്ങാൻ പോവുകയാണ് ഈ വരുന്ന 15-ാം തീയതി മുതൽ. അതുപോലെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അത് വളരെ വലിയ പണം ഒക്കെ വേണ്ടുന്ന പഠനമാണെങ്കിൽ പോലും നിങ്ങളുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ അത് വന്നെത്തുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്.
നക്ഷത്രമാണ്. പുതിയ വാഹനം വാങ്ങാൻ, അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള വാഹനം കൊടുത്തിട്ടാകാം, അല്ലെങ്കിൽ പുതിയൊരു വാഹനം ഇതുവരെ ഇല്ലാതിരുന്ന നിങ്ങളുടെ ഭാഗ്യമായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയൊരു വാഹന യോഗം കൂടി കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ ദൃഢതയായിരിക്കും, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും. എല്ലാ പ്രതിസന്ധികളും മാറി, നമ്മൾ പറയാണ്ട് കാലിൽ ചുറ്റിക്കിടന്ന എല്ലാ വള്ളികളും അഴിച്ചു മാറ്റി ഇനി സ്വതന്ത്രമാകുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സമയമാണ് മെയ് 15 മുതൽ തുടങ്ങാൻ പോകുന്നത്. മകയിരമാണ് അടുത്ത നക്ഷത്രം. അനുകൂലമായ പല മാറ്റങ്ങളും മെയ് 15 മുതൽ സംഭവിക്കുന്നുണ്ട്. പല ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സഹായമൊക്കെ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ബിസിനസ് അത് വിപുലീകരിക്കുന്നതിനൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അതിനങ്ങോട്ട് തീർപ്പാകുന്നില്ല. എങ്കിൽ പോലും മെയ് 15 ശേഷം തീർപ്പാകുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകാൻ പോവുകയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ വെല്ലുവിളികളും ഇവിടെ ശമിക്കാൻ പോകുന്നു. ആരോഗ്യം മികച്ചതാകും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും വലിയ ഒരു ഭാഗ്യ സമയം തുടങ്ങുന്നു എന്നത് സത്യം തന്നെയാണ്. സാമ്പത്തിക സ്ഥിതിയാണ് എടുത്തു പറയേണ്ടത്. നേട്ടത്തിലേക്കാണ് എത്താൻ പോകുന്നത്. വിവാഹത്തിനും അനുകൂലമായ സമയമായതിന് അനുകൂലമായ ആലോചനകൾ നിങ്ങളെ തേടി എത്തേണ്ടത് കൂടിയാണ്. അപ്പോൾ രാജാവിനെ പോലെ ജീവിക്കുന്നതിനുള്ള ഭാഗ്യമാണ് ഇരട്ട രാജയോഗമായി മെയ് 15 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. ഭരണിയാണ് അടുത്ത നക്ഷത്രം. പലവിധത്തിലുള്ള സന്തോഷ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയുന്ന സമയമാണ്. മക്കൾ നിമിത്തം സന്തോഷിക്കാൻ, മക്കളുടെ വിദേശയാത്ര ഭാഗ്യമൊക്കെ തെളിയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി അടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് സമാധാനം വന്നു ചേരുന്ന സമയം കൂടിയാണ് വന്നെത്താൻ പോകുന്നത്. മെയ് മാസം ഈ 15 തീയതി മുതൽ പല പ്രതിസന്ധികളെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് എടുത്തു പറയേണ്ടത് സാമ്പത്തിക പ്രതിസന്ധികളാണെന്ന് താനെ അകന്നുപോയി അവിടേക്കൊരു മാറ്റം, സമ്പത്തിൻ്റെ ഒഴുക്കുണ്ടാകാൻ പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയത്തിന് എതിരായി നിൽക്കുന്ന പലവിധേനയുള്ള പ്രശ്നങ്ങൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സ്വൈര്യമായി സന്തോഷമായി മുന്നോട്ട് പോകാനും കൂടി ഇവിടെ ഇരട്ട രാജയോഗം നിമിത്തം ഈ വരുന്ന 15 തീയതി മുതൽ സാധിക്കുന്നതാണ്. ഇരട്ട രാജയോഗം കാത്തിരിക്കുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. ആഗ്രഹിച്ചതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ തൊടുന്നതൊക്കെ നേട്ടമാക്കി മാറ്റാൻ, പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന സമയമാണ് 15 തീയതി മുതൽ ആരംഭമാകാൻ പോകുന്നത്. അനുകൂലമായ പല നേട്ടങ്ങളും സംഭവിക്കാൻ പോകുന്ന, അത് സാമ്പത്തിക സ്ഥിതിയിൽ എടുത്തു പറയേണ്ടതാണ് സമയമാണ്. രാജയോഗത്തിൻ്റെ ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ 15 തീയതി മുതൽ നിങ്ങളുടെ പടിവാതിക്കലിലേക്ക് എത്താൻ പോവുകയാണത്. മക്കൾ നിമിത്തമാകാം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമായിട്ട് കിട്ടാതിരുന്ന പല തുകകളും ഇനി കിട്ടാനുള്ള സമയം കൂടിയാകുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയം കൂടിയാണ് മെയ് 15 മുതൽ. അതുകൊണ്ട് തന്നെ കടങ്ങളൊക്കെ വേഗം തന്നെ തീർപ്പാക്കി കിട്ടേണ്ട സമയം കൂടിയാണ് തുടങ്ങുന്നത്. എല്ലാ കാര്യത്തിലും സന്തോഷകരമായി തീരുമാനമെടുക്കാനും അത് സന്തോഷകരമായി അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ പൂർത്തിയാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നത് ഈ ഒരു 15 തീയതി മുതൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇരട്ട രാജയോഗം മെയ് 15 മുതൽ ആരംഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്.